മാലിമുളക് കിലോയ്ക്ക് 250 രൂപ. എന്നാൽ വിളവില്ലാത്തതിനാൽ കർഷകർക്കിത് കണ്ണീർ കാലം. മാലിച്ചെടി ഉണക്ക് ബാധിച്ച് നശിച്ചതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. ഇതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. മാലിമുളകിന്റെ വില 5 ഇരട്ടി ഉയർന്നെങ്കിലും കർഷകർക്ക് ഇത് പ്രയോജനപ്പെടുന്നില്ല. മാലിമുളകിന്റെ ഉൽപാദനത്തിൽ വലിയ കുറവാണുള്ളത്. 2 മാസം മുൻപ് വരെ 30 രൂപ വിലയുണ്ടായിരുന്ന മുളകിന്റെ വില 250 രൂപ വരെയാണ് ഉയർന്നിരിക്കുന്നത്. കനത്ത ചൂടും ജലസേചനത്തിന്റെ അഭാവത്തിൽ മുളക് ചെടികൾ ഉണങ്ങിക്കരഞ്ഞതോടെയാണ് ഉൽപാദനം ഇടിഞ്ഞത്. വേനലിനെ അതിജീവിച്ച് നിൽക്കുന്ന ചെടികളിൽ പൂവ് പിടിക്കുന്നുണ്ടെങ്കിലും കായായി വളരും മുമ്പേ കൊഴിഞ്ഞു തീരുകയാണ്. മാർച്ചിൽ ചൂട് കൂടിയതോടെ ഉൽപാദനം കുത്തനെ ഇടിഞ്ഞു. ഇതോടെ മുളക് വരവ് കുറഞ്ഞെന്നും പിന്നാലെ വില കുതിച്ചുയർന്നെന്നും വ്യാപാരികൾ പറയുന്നു. തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്നുള്ള മൊത്ത വ്യാപാരികളാണ് ഹൈറേഞ്ചിലെ കമ്പോളത്തിലെത്തി മുളക് വാങ്ങുന്നത്. സാധാരണ മുളകിനേക്കാൾ മണവും രുചിയുമുണ്ട്. മുളക് ചെടിയിൽ നിന്നും ഒരു വർഷം 5 കിലോ വരെ വിളവ് ലഭിക്കും. ഒരു ചെടി നട്ട് കൃത്യമായി പരിപാലിച്ചാൽ 1.5 മാസത്തിനുള്ളിൽ വിളവെടുക്കാമെന്ന് വെള്ളം കുളത്തിൽ ഇല്ലാതാവുകയും എനിക്ക് നനയ്ക്കാനുള്ള സംവിധാനമെല്ലാം കുറയുന്നതിന് ഉൽപ്പാദനം വളരെ കുറഞ്ഞു. അങ്ങനെ ഒരു വളരെ വിഷമഘട്ടമാണ് ഈ വർഷത്തെ വേനൽ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. വെള്ളം കുളത്തിൽ ഇല്ലാതാവുകയും എനിക്ക് നനയ്ക്കാനുള്ള സംവിധാനമെല്ലാം കുറയുന്നതിന് ഉൽപ്പാദനം വളരെ കുറഞ്ഞു. എന്നിരുന്നാലും കർഷകർക്ക് യാതൊരു പ്രയോജനമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മാലിമുളകിൻ്റെ വില താന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാലി കൃഷി ഈ വിലയൊന്നും കൃഷിക്കാരിൽ എത്തുന്നില്ല, കൃഷിക്കാർക്ക് ലഭ്യമാകുന്നില്ല. കൃഷി ചെയ്തു വന്നു കഴിയുമ്പം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ വില തകർച്ച. ഇപ്പം വിലയുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് കുറഞ്ഞ പരിചരണം നൽകിയാൽ മതിയെന്ന കാരണത്താൽ ഹൈറേഞ്ചിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഹൈറേഞ്ചിൽ മാലിമുളകിന് വൻ വിളവ് ലഭിച്ചിരുന്നു. ഹൈറേഞ്ചിലെ കമ്പോളത്തിലും വലിയ അളവിൽ മാലിമുളക് എത്തിയിരുന്നു. വില കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് 2021 കർഷകർ മുളക് ചെടികൾ വെട്ടി നശിപ്പിച്ചിരുന്നു. നിലവിൽ വില ഉയരുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം പോലുമില്ലാതെ വലയുന്ന കർഷകർക്ക് കാലാവസ്ഥയാണ് വലിയ തിരിച്ചടി സമ്മാനിച്ചിരിക്കുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.